നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എയർ റെഫ്രിജറേഷൻ സിസ്റ്റംസ് ആണ്. ഈ ഒരു സിസ്റ്റംസ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുക പാസഞ്ചർ എയർക്രാഫ്റ്റിൽ അല്ലെങ്കിൽ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോകുന്ന മിസൈൽസ്, ഫൈറ്റർ ജെറ്റുകളിലൊക്കെയാണ്. കാരണം നമുക്ക് ഈ ഒരു സിസ്റ്റത്തിന്, ഈ ഒരു റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ എയർ ആണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അത്തരം ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നമുക്ക് ഈസിലി അവൈലബിൾ ആണ് എയർ. അതോടൊപ്പം തന്നെ നമുക്കും ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോകുന്ന മിസൈൽസ്, എയർക്രാഫ്റ്റ് ഇതിലൊക്കെ പേലോഡ് മാക്സിമം കുറയ്ക്കണം. അപ്പോൾ അത്തരത്തിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു റെഫ്രിജറേഷൻ സിസ്റ്റം നമുക്ക് പോസിബിൾ അല്ല, ഉപയോഗിക്കുന്നത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയാണ് നമുക്ക് എയർ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻസ് വരിക. ഇനി എയർ റെഫ്രിജറേഷൻ സിസ്റ്റം തന്നെ പല ടൈപ്സ് ഉണ്ട്, പല ഡിസൈനിലുള്ളതുകൊണ്ട് നമ്മളത് ഓരോന്നോരോന്നായി ഡിസ്കസ് ചെയ്യാം. ആദ്യം ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് എയർ റെഫ്രിജറേഷൻ സിസ്റ്റംസ്. സിമ്പിൾ എയർ കൂളിംഗ് സിസ്റ്റം, ബൂട്ട്സ്ട്രാപ്പ് എയർ കൂളിംഗ് സിസ്റ്റം, റെഡ്യൂസ്ഡ് ആംബിയൻ്റ് എയർ കൂളിംഗ് സിസ്റ്റം, റീജനറേറ്റീവ് എയർ കൂളിംഗ് സിസ്റ്റം. അപ്പോൾ ഇതെല്ലാം ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് എയർ കൂളിംഗ് സിസ്റ്റമാണ്. നമുക്ക് ആദ്യം സിമ്പിൾ എയർ കൂളിംഗ് സിസ്റ്റത്തിലേക്ക് പോകാം. അപ്പോൾ ഇത് വളരെ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഉപയോഗിക്കുന്ന ഒരു ഫൈറ്റർ ജെറ്റിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ആംബിയൻ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ, അവിടുത്തെ പ്രഷറോ ടെമ്പറേച്ചറോ എന്ന് പറയുമ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയർ, നമ്മുടെ ഇപ്പോൾ നിലവിൽ സീ ലെവലിലുള്ള ഒരു പ്രഷറോ ടെമ്പറേച്ചറോ ആയിരിക്കില്ല. അപ്പോൾ എനിവേ നമ്മൾ 1, 2 or 2 3 or 3 4, 5 or 5 6 ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ എയറിൻ്റെ കണ്ടീഷനാണ്. എയറിൻ്റെ പ്രഷർ, ടെമ്പറേച്ചർ ഒക്കെ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ സൂചിപ്പിക്കാനാണ് നമ്മൾ ആ പോയിന്റുകൾ മാർക്ക് ചെയ്തിരിക്കുക. നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു ഏകദേശം എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയാം. ആംബിയൻ്റ് എയർ ഉണ്ട്. ആംബിയൻ്റ് എയർ നമ്മുടെ സിസ്റ്റത്തിനകത്തേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ നമ്മളതിനെ വിളിക്കുന്ന പേരാണ് റാം എയർ. റാം എയർ എന്ന് വിളിക്കാൻ കാരണം ആംബിയൻ്റ് എയറിൻ്റെ ഒരു ലെയർ അകത്തേക്ക് പ്രവേശിക്കുന്നത് വളരെ സ്പീഡിലാണ്, കൂടിയ മാക് നമ്പറിലാണ്, മേ ബി സൂപ്പർസോണിക് ആകാം അല്ലെങ്കിൽ ഹൈപ്പർസോണിക്കിലാകാം ഈ ഒരു ഡിവൈസ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആംബിയൻ്റ് എയർ അകത്തേക്ക് പ്രവേശിക്കുന്നു. ഒരു ലെയർ പ്രവേശിക്കുമ്പോൾ അതിൻ്റെ പുറകെ തന്നെ അടുത്ത ലെയർ പ്രവേശിക്കുന്നു. ഇങ്ങനെ മൾട്ടിപ്പിളായിട്ട് എയർ ലെയറുകൾ വരുമ്പോൾ ഒരു ലെയർ അടുത്ത ലെയറിനെ കംപ്രസ് ചെയ്യുന്നൊരു എഫക്റ്റ് ഉണ്ടാകുന്നു. അതുമൂലം 1 to 2 എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ അവിടെ പ്രഷറിനും ടെമ്പറേച്ചറിനും വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അതിനെയാണ് നമ്മൾ റാമിങ് ആക്ഷൻ എന്ന് വിളിക്കുക. അപ്പോൾ 2 ആ റാം എയറിന് അതിൻ്റെ പ്രഷറിന് വ്യത്യാസം ഉണ്ടാകാം. ആംബിയനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചറിന് വ്യത്യാസം ഉണ്ടാകാം. എനിവേ നമ്മൾ എയർ നമ്മുടെ സിസ്റ്റത്തിലേക്ക് പ്രവേശിച്ചു, അത് റാം എയർ. ഇനി ഈ റാം എയർ മെയിൻ കംപ്രസറിലേക്ക് പോയി കംപ്രസ് ചെയ്യുന്നു. അപ്പോൾ മെയിൻ കംപ്രസർ ഈ റാം എയറിനെ കംപ്രസ് ചെയ്യുന്നു. കംപ്രസ് ചെയ്തതിന് ശേഷം ആ എയറിൻ്റെ ഒരു പാർട്ട് കമ്പസ്റ്റൻ ചേമ്പറിലേക്ക് പോകുന്നു. അവിടെ കമ്പസ്റ്റന് നടക്കുന്നു. അതിനുശേഷം ആ ബേൺഡ് ഗ്യാസ് ടർബൈനിൽ പോയി എക്സ്പാൻഡ് ചെയ്യുന്നു. അങ്ങനെ ഗ്യാസ് ടർബൈൻ കറങ്ങുന്നു. ആ ഗ്യാസ് ടർബൈൻ്റെ ഔട്ട്പുട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് മെയിൻ കംപ്രസർ വർക്ക് ചെയ്യുക. ഇനി മെയിൻ കംപ്രസറിൻ്റെ ഒരു പാർട്ട് കമ്പസ്റ്റൻ ചേമ്പറിലേക്ക് പോയി, ഒരു പാർട്ട് നേരെ ഈ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ കൂടെ കടന്ന് കൂളിംഗ് ടർബൈനിൽ കൂടെ പാസ് ചെയ്ത് നമുക്ക് ഏത് സ്പേസ് ആണോ കൂൾ ചെയ്യേണ്ടത് ആ സ്പേസിലേക്ക് പോകുന്നു. അപ്പോൾ മെയിൻ കംപ്രസറിൽ നിന്ന് വരുന്ന എയർ ആദ്യം ഈ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ കൂടെ കടന്നു പോകുന്നു. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ കുറയുന്നു. 4 അതിൻ്റെ ടെമ്പറേച്ചർ കുറയുന്നു. എഗെയിൻ കൂളിംഗ് ടർബൈനിൽ കൂടെ പോയി അത് എക്സ്പാൻഡ് ആവുന്നു. അപ്പോൾ എഗെയിൻ അതിൻ്റെ ടെമ്പറേച്ചർ കുറയുന്നു. അപ്പോൾ വളരെ താഴ്ന്ന ടെമ്പറേച്ചറിലേക്ക് എത്തുന്നു. ദെൻ അതായിരിക്കും നമ്മൾ ക്യാബിനിലേക്ക് വിടുക. ഓക്കെ. അപ്പോൾ ഈ ഫൈറ്റർ ജെറ്റ് പോലുള്ള എയർക്രാഫ്റ്റിൽ ഒരുപാട് ഹീറ്റ് ജനറേറ്റിംഗ് ഡിവൈസസ് ഉണ്ടാകും. ഇലക്ട്രോണിക്സ് ഉണ്ടാകും, അല്ലെങ്കിൽ സർക്യൂട്ട്സ് ഉണ്ടാകാം, അല്ലെങ്കിൽ അതുപോലെ ഒരുപാട് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഏരിയാസ് ഉണ്ടാകാം. അപ്പോൾ അത്തരം ഏരിയാസ് കൂൾ ചെയ്യുക, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ ആയിരിക്കും ഈ റെഫ്രിജറേഷൻ സിസ്റ്റംസ് ഒക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ലോ ടെമ്പറേച്ചറിലുള്ള ഒരു എയർ ആയിരിക്കും ക്യാബിനിലേക്ക് സപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ നമ്മളെ എയർ, മെയിൻ കംപ്രസറിൽ നിന്ന് വരുന്ന എയറിനെ കൂൾ ചെയ്യുന്നത് റാം എയർ ആണ്. അപ്പോൾ റാം എയറിൻ്റെ ഒരു പാർട്ട് മെയിൻ കംപ്രസറിലേക്ക് പോയി, ഒരു ചെറിയ പാർട്ട് ഈ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ കൂടെ ഇങ്ങനെ കടന്നുപോയി നേരെ അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നു.
അപ്പോൾ റാം എയറിൻ്റെ ഈ ഫ്ലോനെ ഒന്ന് സ്പീഡപ്പ് ആക്കാൻ വേണ്ടിയാണ് കൂളിംഗ് ഫാൻ ഉപയോഗിക്കുക. ആ കൂളിംഗ് ഫാൻ വർക്ക് ചെയ്യുന്നത് ഈ കൂളിംഗ് ടർബൈൻ്റെ ഔട്ട്പുട്ട് ഉപയോഗിച്ചായിരിക്കും. ഓക്കെ, ദെൻ കൂളിംഗ് ടർബൈനിൽ നിന്ന് നേരെ ക്യാബിനിലേക്ക് നമ്മളെ എയർ പോകുന്നു. ഇതാണ് സിമ്പിൾ എയർ കൂളിംഗ് സിസ്റ്റം. ഇനി നമുക്കതിൻ്റെ TS ഡയഗ്രാം നോക്കാം. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മൾ നേരത്തെ കണ്ട ഡയഗ്രാം. റൈറ്റ് സൈഡിൽ അതിൻ്റെ TS ഡയഗ്രാം. അപ്പോൾ റൈറ്റ് സൈഡിൽ 1, 2, 2', 3', 3, 4, 5, 5', 6 എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഓരോ പോയിന്റുകളും ഓരോ പ്രോസസ്സും എന്താണെന്നൊക്കെ നോക്കാം. ആദ്യം 1 to 2. ഞാനിവിടെ റാം എയറിൻ്റെ കണ്ടീഷൻ 2 or 2' ഇട്ടെ. 1 to 2 എന്ന് പറയുന്നത് ഐസെൻട്രോപിക് കംപ്രഷൻ പ്രോസസ്സാണ്. നേരത്തെ പറഞ്ഞു റാമിംഗ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് കംപ്രഷൻ പ്രോസസ്സാണ്. അതുമൂലം പ്രഷർ കൂടുന്നു, ടെമ്പറേച്ചറും കൂടുന്നു. അപ്പോൾ 1 to 2 എന്ന് പറയുന്നത് ഐസെൻട്രോപിക് കംപ്രഷനാണ്. ബട്ട് ആക്ച്വലി അത് 1 to 2' എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് പോകുന്നു. അങ്ങനെ ആക്ച്വലി ആവാൻ കാരണം അത് അഡയബാറ്റിക് പ്രോസസ്സാണ്. 1 to 2 എന്ന് പറയുന്നത് ഐസെൻട്രോപിക് പ്രോസസ്സും 1 to 2' എന്ന് പറയുന്നത് ആക്ച്വൽ അഡയബാറ്റിക് പ്രോസസ്സുമാണ്. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 2വിലെയും 2'ലെയും ടെമ്പറേച്ചർ സെയിം ആണ്. അതേസമയം 2വിലെയും 2'ലെയും പ്രഷർ സെയിം അല്ല. അത് നമ്മൾ മസ്റ്റായിട്ടും ശ്രദ്ധിക്കണം. 2വിലെയും 2'ലെയും ടെമ്പറേച്ചർ സെയിം ആണ്, ബട്ട് ഈ രണ്ട് പോയിന്റിലെയും പ്രഷർ സെയിം അല്ല. 2'ലെ പ്രഷർ കൂടുതലാണ് ആസ് കമ്പയർ ടു 2വിലെ പ്രഷർ കൂടുതലാണ് ആസ് കമ്പയർ ടു 2'. അത് പ്രത്യേകം ഓർത്തിരിക്കണം. ഇനി ഈ 2'ലെ പ്രഷർ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്ച്വൽ റാം പ്രഷർ. 2വിലെ പ്രഷറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐഡിയൽ റാം പ്രഷർ. കാരണം 1 to 2 എന്ന് പറയുന്നത് ഐസോട്രോപിക് ആണ്, 1 to 2' എന്ന് പറയുന്നത് അഡയബാറ്റിക് പ്രോസസ്സാണ്, അത് ആക്ച്വലാണ്. അപ്പോൾ അതാണ് 1 to 2 എന്ന് പറയുന്ന റാമിംഗ് പ്രോസസ്സ്. അപ്പോൾ നമ്മുടെ എയർ ഇപ്പോൾ 2' or 2, ആക്ച്വൽ കേസിൽ 2', ഐഡിയൽ ആണ് എങ്കിൽ 2 എന്ന് പറയുന്ന കണ്ടീഷനിൽ എത്തിയിരിക്കുന്നു റാം എയർ. ഇനി ഈ റാം എയറിന് മെയിൻ കംപ്രസർ കംപ്രസ് ചെയ്യുന്നു. കംപ്രസ് ചെയ്ത് 2'ൽ നിന്ന് 3 or 3' എന്ന് പറയുന്ന ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ കണ്ടീഷനിലേക്ക് എത്തിക്കുന്നു. 2' to 3 എന്ന് പറയുന്നത് ഐസെൻട്രോപിക് കംപ്രഷൻ പ്രോസസ്സും 2' to 3' എന്ന് പറയുന്നത് ആക്ച്വൽ കംപ്രഷൻ പ്രോസസ്സുമാണ്. അപ്പോൾ 2' to 3 ഐഡിയൽ, 2' to 3' ആക്ച്വൽ കംപ്രഷൻ പ്രോസസ്സിന് കാരണം ഈ മെയിൻ കംപ്രസറിൽ കൂടെ പോകുമ്പോൾ ഫ്രിക്ഷൻ മൂലം എന്ത് സംഭവിക്കുന്നു? അവിടെ ഹീറ്റ് ജനറേഷൻ. കാരണം 3'ഉം 3യും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ 3'ലെ ടെമ്പറേച്ചർ കൂടുതലാണ്. കാരണം നമ്മൾ ഐഡിയൽ കേസിൽ ഫ്രിക്ഷനൊക്കെ നെഗ്ലക്റ്റ് ചെയ്യുന്നു. ആക്ച്വൽ കേസിൽ 2' to 3' കംപ്രഷൻ പ്രോസസ്സിൽ നമ്മൾ ഫ്രിക്ഷനും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നു. അപ്പോൾ അതുമൂലമാണ് 3'ലെ ടെമ്പറേച്ചർ കൂടുന്നതും ഈ ആക്ച്വൽ പ്രോസസ്സ് കർവ് ഈ ഒരു രീതിയിലേക്ക് മാറി വരുന്നതും. അപ്പോൾ നമ്മൾ 3 or 3' എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് എത്തിച്ചേർന്നു. ഇനി ഈ 3 or 3'ലിരിക്കുന്ന എയർ ഇനി അടുത്തത് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ കൂടെ പാസ് ചെയ്യുന്നു. അപ്പോൾ 3' എന്ന് പറയുന്ന കണ്ടീഷനിലുള്ള എയർ ഹീറ്റ് എക്സ്ചേഞ്ചറിലൂടെ പാസ് ചെയ്ത് 4 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ 3' to 4 ഹീറ്റ് റിജക്ഷൻ പ്രോസസ്സ്, അതിന് കാരണം റാം എയർ ആണ്. അപ്പോൾ റാം എയർ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ മെയിൻ കംപ്രസറിൽ നിന്ന് വരുന്ന എയറിനെ നമ്മൾ കൂൾ ചെയ്യുന്നത്. അങ്ങനെ ആ എയറിൻ്റെ ടെമ്പറേച്ചർ 3'ൽ നിന്ന് 4ലേക്ക് എത്തിച്ചേരുന്നു. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 3', 3, 4 എന്ന് പറയുന്ന ഇതെല്ലാം ഈ ഒറ്റ പ്രോസസ്സ് ഐസോബാറിക്കാണ്. എന്നുവെച്ചാൽ 3'ലെ പ്രഷറും 3ലെ പ്രഷറും 4ലെ പ്രഷറും എല്ലാം സെയിം ആണ്. ബട്ട് ആക്ച്വൽ കേസിൽ ഇവിടെ ഒരു പ്രഷർ ഡ്രോപ്പ് ഉണ്ട്. 3'ലെ പ്രഷറും 4ലെ പ്രഷറും തമ്മിൽ നോക്കുകയാണെങ്കിൽ 3'ലെ പ്രഷർ കൂടുതലും 4ലെ പ്രഷർ കുറവുമാണ്. പക്ഷെ നമ്മളിവിടെ അങ്ങനെ കരുതുന്നില്ല. ഇതൊരു ഐഡിയൽ കേസായിട്ട് നമ്മൾ എടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ 3' to 4 എന്ന് പറയുന്നത് ഒരു ഐസോബാറിക് ഹീറ്റ് റിജക്ഷൻ പ്രോസസ്സാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ
നമ്മുടെ എയർ ഇപ്പോൾ 4 എന്ന് പറയുന്ന കണ്ടീഷനിലെത്തി. ഇനി ഈ എയർ കൂളിംഗ് ടർബൈനിൽ കൂടെ പോകുന്നു, എക്സ്പാൻഡ് ചെയ്ത് 5 ഓർ 5' എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് എത്തുന്നു. 4 to 5 എന്ന് പറയുന്നത് ഐസെൻട്രോപിക് എക്സ്പാൻഷനും 4 to 5' എന്ന് പറയുന്നത് ആക്ച്വലുമാണ്. ആക്ച്വൽ ഉണ്ടാകാനുള്ള കാരണം ഫ്രിക്ഷൻ മൂലമാണ്. അങ്ങനെ ഫ്രിക്ഷൻ മൂലം നമ്മുടെ പ്രോസസ്സ് 4 to 5' എന്ന പുതിയൊരു ആ ഒരു കർവിലേക്ക് മാറി. ഓക്കെ, അങ്ങനെ കൂളിംഗ് ടർബൈൻ്റെ എക്സിറ്റ് 5 ഓർ 5' ആണ്. ആക്ച്വൽ കേസിലത് 5' ആണ്, ഐഡിയൽ കേസിലത് 5 ആണ്. ഇനി അതിനുശേഷം കൂളിംഗ് ടർബൈനിൽ നിന്ന് വെളിയിൽ വരുന്ന എയറിന് നമ്മൾ നേരെ ക്യാബിനിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ക്യാബിൻ കണ്ടീഷനാണ് 6. ഇനി ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം 5, 5', 6 ഇതെല്ലാം ഒരൊറ്റ പ്രഷർ ലൈനിലാണ്. ആ പ്രഷർ ലൈനിനെ വിളിക്കുന്ന പേരാണ് ക്യാബിൻ പ്രഷർ. ഐഡിയൽ കേസിൽ 5ലെയും 5'ലെയും 6ലെയും പ്രഷർ ഒറ്റ പ്രഷറായിരിക്കും, ക്യാബിൻ പ്രഷർ. ബട്ട് ആക്ച്വൽ കേസിൽ 6ലെയും 5'ലെയും പ്രഷർ തമ്മിലൊരു വ്യത്യാസമുണ്ട്. അതായത് 5'ലെ പ്രഷറും 6ലെ പ്രഷറും തമ്മിൽ നോക്കുമ്പോൾ 5'ലെ പ്രഷർ കൂടുതലാണ്. ഒരു പ്രഷർ ഡ്രോപ്പ് അവിടെ ഉണ്ടാകുന്നുണ്ട്. ക്യാബിനിലേക്ക് പോകുമ്പോൾ ഒരു പ്രഷർ ഡ്രോപ്പ് ഉണ്ടാകുന്നുണ്ട്. ബട്ട് ഇവിടെ നമ്മൾ അത് എടുക്കുന്നില്ല. 5' to 6 എന്ന് പറയുന്ന ഐസോബാറിക് പ്രോസസ്സാണ്. അവിടെയുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ അത് ക്യാബിൻ പ്രഷറായിട്ട് നമ്മൾ എടുക്കുന്നു. ഇതാണ് നമ്മുടെ TS ഡയഗ്രാം. ഇനി നമുക്ക് 1 by 1 ആയിട്ട് ഓരോരോ പ്രോസസ്സുകളും ഒന്നുകൂടി നമുക്ക് കാണാം. അതിനുശേഷം ഫൈനലായിട്ടുള്ള ഇക്വേഷൻസിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ ദ മെയിൻ കമ്പോണൻസ് ഓഫ് ദി സിസ്റ്റം ആർ മെയിൻ കംപ്രസർ ഡ്രിവൺ ബൈ എ ഗ്യാസ് ടർബൈൻ, ഹീറ്റ് എക്സ്ചേഞ്ചർ, കൂളിംഗ് ടർബൈൻ, കൂളിംഗ് എയർ ഫാൻ ഡ്രിവൺ ബൈ ദ കൂളിംഗ് ടർബൈൻ. ഇനി നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ദ എയർ റിക്വയർഡ് ഫോർ റെഫ്രിജറേഷൻ സിസ്റ്റം ഈസ് ബ്ലഡ് ഓഫ് ഫ്രം ദ മെയിൻ കംപ്രസർ. This high pressure and high temperature air is cooled initially in the heat exchanger where ram air is used for cooling. അപ്പോൾ മെയിൻ കംപ്രസറിൽ നിന്ന് വരുന്ന എയറിനെ കൂൾ ചെയ്യാൻ നമ്മൾ റാം എയർ യൂസ് ചെയ്യുന്നു. അതിനുശേഷം ഹീറ്റ് എക്സ്ചേഞ്ചറിൽ നിന്ന് അത് കൂളിംഗ് ടർബൈനിൽ കൂടെ പോകുന്നു, എന്നിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നു. ഇനി റാമിംഗ് പ്രോസസ്സ്. ദ ആംബിയൻ്റ് എയർ ഈസ് റാംഡ് ഐസെൻട്രോപ്പിക്കലി ഫ്രം 1 to 2. ആക്ച്വൽ കേസിൽ അത് 1 to 2' ആണ്, വിച്ച് ഈസ് അഡയബാറ്റിക് ബട്ട് നോട്ട് ഐസെൻട്രോപ്പിക് ഡ്യൂ ടു ഫ്രിക്ഷൻ. അപ്പോൾ 1 to 2 എന്ന് പറയുന്നത് ഐസെൻട്രോപ്പിക് ആണ്. 1 to 2' എന്ന് പറയുന്ന ആക്ച്വൽ ആണ്, അത് അഡയബാറ്റിക് ആണ്, നോട്ട് ഐസെൻട്രോപ്പിക് ഡ്യൂ ടു ഫ്രിക്ഷൻ. ഇനി ഈ 1 to 2 അല്ലെങ്കിൽ 1 to 2' പ്രോസസ്സിൽ, ഈ റാമിംഗ് പ്രോസസ്സിൽ പ്രഷറും ടെമ്പറേച്ചറും കൂടുന്നു. നമ്മൾ കണ്ടതാണ് TS ഡയഗ്രത്തിൽ. അവിടെ ഐഡിയൽ കേസാണെങ്കിൽ എൻട്രോപ്പി റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം 2ലെയും 2'ലെയും പ്രഷർ ടെമ്പറേച്ചർ സെയിം ആണ്. ബട്ട് 2ഉം 2' തമ്മിൽ നോക്കുമ്പോൾ 2ലെ പ്രഷർ 2'നേക്കാളും കൂടുതലാണ്. ഓക്കെ, ഇനി നമുക്ക് ഉള്ളത് ഈ റിലേഷനാണ്. T2 by T1 ഈക്വൽ ടു T2' by T1 ഈക്വൽ ടു 1 പ്ലസ് V സ്ക്വയർഡ് ഗാമ മൈനസ് 1 ഡിവൈഡ് ബൈ 2 ഗാമ RT1. ഇതിൽ V എന്ന് പറയുന്നത് എയർക്രാഫ്റ്റ് വെലോസിറ്റിയാണ്. അപ്പോൾ നമുക്ക് ചില പ്രോബ്ലത്തിൽ എയർക്രാഫ്റ്റ് വെലോസിറ്റി നമുക്ക് തരും, ഗാമയും ആറും T1 ഒക്കെ തരും. അങ്ങനെയെങ്കിൽ T2 ഓർ T2'ഉം T2' ഈക്വൽ ആണ്. അത് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ നെക്സ്റ്റ് റാം എഫിഷ്യൻസി ηr. റാം എഫിഷ്യൻസി എന്ന് പറയുന്നത് ആക്ച്വൽ റൈസ് ഇൻ പ്രഷർ ഡിവൈഡ് ബൈ ഐസെൻട്രോപ്പിക് റൈസ് ഇൻ പ്രഷർ. നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ റാമിംഗ് പ്രോസസ്സ്. 1 to 2 ഐഡിയൽ കേസിൽ, 1 to 2' ആക്ച്വൽ കേസിൽ. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ P2വിലെ പ്രഷറും ആണ് P2'നേക്കാളും കൂടുതൽ. അതുകൊണ്ട് തന്നെ P2 by P1, P2 മൈനസ് P1 എന്ന് പറയുന്ന ഈ ഐഡിയൽ കേസും P2' മൈനസ് P1 എന്ന് പറയുന്ന ആക്ച്വൽ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആക്ച്വൽ കേസാണ്, ആക്ച്വലിലുള്ള പ്രഷർ ഡ്രോപ്പാണ് കുറവ്. ഐഡിയൽ കേസിൽ പ്രഷർ ഡ്രോപ്പ് കൂടുതലാണ്. അപ്പോൾ ആക്ച്വൽ ഡിവൈഡ് ബൈ ഐഡിയൽ നമ്മൾ എടുക്കും. അതിനെയാണ് നമ്മൾ റാം എഫിഷ്യൻസി എന്ന്
വിളിക്കുന്നത്. അപ്പോൾ റാം എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ആക്ച്വൽ റൈസ് ഇൻ പ്രഷർ ഡിവൈഡ് ബൈ ഐസെൻട്രോപ്പിക് റൈസ് ഇൻ പ്രഷർ. അപ്പോൾ ആക്ച്വൽ കേസിൽ 2 1 ആണ്. അപ്പോൾ P2 മൈനസ് P1. ഐഡിയൽ കേസിൽ 2 1 ആണ്. അതുകൊണ്ട് P2 മൈനസ് P1. ഇനി നെക്സ്റ്റ് പ്രോസസ്സാണ് കംപ്രഷൻ പ്രോസസ്സ്. അതായത് 2 to 3 ഐഡിയൽ, 2 to 3 ആക്ച്വൽ. അപ്പോൾ ഐസെൻട്രോപ്പിക് കംപ്രഷൻ ഓഫ് മെയിൻ കംപ്രസർ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലൈൻ 2-3. അത് ഐഡിയൽ കേസാണ്. ഇൻ ആക്ച്വൽ കേസ് ദ കംപ്രഷൻ പ്രോസസ് ഈസ് 2-3. അങ്ങനെ ആക്ച്വൽ വരാൻ കാരണം ബിക്കോസ് ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ. അതാണ് 2 to 3 എന്ന് പറയുന്ന ആ ആക്ച്വൽ പ്രോസസ്സ് വരാനുള്ള കാരണം. ഇവിടെയും കംപ്രഷൻ പ്രോസസ്സ് ആയതുകൊണ്ട് പ്രഷറും ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്യുന്നു. ഐഡിയൽ കേസായ 2-3ൽ എൻട്രോപ്പി റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആണ്. ഇനി 3യും 3 നോക്കുവാണെങ്കിൽ 3 ടെമ്പറേച്ചർ ആയിരിക്കും 3നേക്കാളും കൂടുതൽ. T3 ഗ്രേറ്റർ ദാൻ T3, ബട്ട് P3 ഈക്വൽ ടു P3. ഇനി ഈ കംപ്രഷൻ പ്രോസസ്സിൽ എത്രമാത്രം വർക്ക് ഇൻപുട്ട് കൊടുക്കണം? അപ്പോൾ വർക്ക് ഡൺ ഡ്യൂറിങ് ദ കംപ്രഷൻ പ്രോസസ് WC ഈക്വൽ ടു MA CP T3 മൈനസ് T2. അപ്പോൾ MA ഇൻറ്റു CP ഇൻറ്റു T3 മൈനസ് T2. കാരണം 3 എന്ന് പറയുന്നതാണ് കംപ്രസറിൻ്റെ എക്സിറ്റ്, 2 എന്ന് പറയുന്നതാണ് കംപ്രസറിൻ്റെ ഇൻലെറ്റ്. അപ്പോൾ അത് തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് ഇൻറ്റു MCP ചെയ്താൽ നമുക്ക് എത്രമാത്രം കംപ്രസർ വർക്ക് നമുക്ക് കൊടുക്കണമെന്ന്, കംപ്രസറിൻ്റെ വേണ്ട ഇൻപുട്ട് എത്രയാണ് എന്നുള്ളത് നമുക്ക് അവത്തിൽ ഇത് മനസ്സിലാകും. ഓക്കെ, MA ഈസ് ദ മാസ് ഓഫ് ദ എയർ. അതായത് മെയിൻ കംപ്രസറിൽ നിന്ന് നമ്മുടെ ഹീറ്റ് എക്സ്ചേഞ്ചർ വഴി കൂളിംഗ് ടർബൈൻ വഴി ക്യാബിലേക്ക് പോകുന്നു. അപ്പോൾ എത്രമാത്രം എയർ ആണോ ക്യാബിലേക്ക് പോകുന്നത് ആ മാസാണ് MA. നെക്സ്റ്റ് കൂളിംഗ് പ്രോസസ്സ്. നമുക്കറിയാം ഹീറ്റ് എക്സ്ചേഞ്ചറിൽ നടക്കുന്ന പ്രോസസ്സാണ് കൂളിംഗ് പ്രോസസ്സ്. കംപ്രസ്ഡ് എയർ ഈസ് കൂൾഡ് ബൈ ദ റാം എയർ ഇൻ ദ ഹീറ്റ് എക്സ്ചേഞ്ചർ. ഓക്കെ, ദിസ് പ്രോസസ് ഈസ് ഷോൺ ബൈ ദ കർവ് 3-4. അപ്പോൾ 3-4 എന്ന് പറയുന്ന കർവ് ആ TS ഡയറക്റ്റിൽ നമ്മൾ കണ്ടു. അവിടെ എന്താ സംഭവിക്കുന്നത്? മെയിൻ കംപ്രസറിൽ നിന്ന് വരുന്ന എയർ, ആ എയറിനെ ആര് കൂൾ ചെയ്യുന്നു? റാം എയർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കൂൾ ചെയ്യിക്കുന്നു. അങ്ങനെ 3- എന്ന് പറയുന്ന കണ്ടീഷനിലുള്ള എയറിനെ 4 എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് എത്തിക്കുന്നു. ഈ ഒരു കൂളിംഗ് പ്രോസസ്സ് ഐസോബാറിക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ P3 ഈക്വൽ ടു P4. ബട്ട് ആക്ച്വൽ കേസിൽ അവിടെ ഒരു പ്രഷർ ഡ്രോപ്പ് ഉണ്ടാകാം. അങ്ങനെ പ്രഷർ ഡ്രോപ്പ് ഉണ്ടായാൽ P3 ഗ്രേറ്റർ ദാൻ P4 ആയിരിക്കും. അതുപോലെ തന്നെ ടെമ്പറേച്ചർ കുറയുകയാണ്. അതുകൊണ്ട് തന്നെ T3 ഗ്രേറ്റർ ദാൻ T4 ആയിരിക്കും. ഇനി എത്രമാത്രമാണ് ഹീറ്റ് റിജക്റ്റ് ചെയ്തത്? ഹീറ്റ് റിജക്റ്റഡ് ഇൻ ദ ഹീറ്റ് എക്സ്ചേഞ്ചർ QR ഈസ് ഇക്വൽ ടു MA CP T3 മൈനസ് T4. T3 എന്ന് പറയുന്നത് ഹീറ്റ് എക്സ്ചേഞ്ചറിന് മുമ്പിലുള്ള, ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ ഇൻലെറ്റിലുള്ള എയറിൻ്റെ കണ്ടീഷൻ. T4 എന്ന് പറയുന്നത് ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ എക്സിറ്റിലുള്ള എയറിൻ്റെ കണ്ടീഷൻ. അപ്പോൾ MA ഇൻറ്റു CP ഇൻറ്റു T3 മൈനസ് T4 എന്ന് പറയുന്നതാണ് ഹീറ്റ് റിജക്റ്റഡ് ഇൻ ദ ഹീറ്റ് എക്സ്ചേഞ്ചർ. നെക്സ്റ്റ് ആണ് എക്സ്പാൻഷൻ പ്രോസസ്സ്. നമ്മൾ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ കൂടെ പാസ് ചെയ്ത് കൂൾ ചെയ്ത എയർ ദെൻ എക്സ്പാൻഷൻ ടർബൈനിൽ പോകുന്നു, എക്സ്പാൻഡ് ചെയ്യുന്നു, എന്നിട്ടാണ് അത് ക്യാബിലേക്ക് പോകുന്നത്. അപ്പോൾ ദ കൂൾഡ് എയർ ഈസ് നൗ എക്സ്പാൻഡഡ് ഐസെൻട്രോപ്പിക്കലി ഇൻ ദ കൂളിംഗ് ടർബൈൻ. പ്രോസസ് 4 to 5. അപ്പോൾ ഐസെൻട്രോപ്പിക് എക്സ്പാൻഷനാണ് 4 to 5. ആക്ച്വൽ എക്സ്പാൻഷനാണ് 4 to 5. ആക്ച്വൽ എക്സ്പാൻഷന് കാരണം ഇൻറ്റേർണൽ ഫ്രിക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇത് എക്സ്പാൻഷൻ പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ പ്രഷറും ടെമ്പറേച്ചറും ഡിക്രീസ് ചെയ്യുന്നു. ഐഡിയൽ കേസിലാണെങ്കിൽ എൻട്രോപ്പി റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഫോർ ദ ഐഡിയൽ പ്രോസസ് 4 to 5. അതോടൊപ്പം തന്നെ നമുക്ക് 5 ഉണ്ട്, 5 ഉണ്ട്. T5 ഗ്രേറ്റർ ദാൻ T5 ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ P5ഉം P5 ഈക്വൽ ആയിരിക്കും. ഇനി ടർബൈൻ വർക്ക്. അപ്പോൾ ഗ്യാസ് അല്ലെങ്കിൽ നമ്മൾ എയർ ടർബൈനിൽ കൂടെ പാസ് ചെയ്യുന്നു, എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ അതുമൂലം ടർബൈന് ഒരു ഔട്ട്പുട്ട് നമുക്ക് തരുന്നു. ആ ടർബൈൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് MA ഇൻറ്റു CP ഇൻറ്റു T4 മൈനസ് T5.
T4 എന്ന് പറയുന്നത് ടർബൈൻ്റെ ഇൻലെറ്റ്, T5 എന്ന് പറയുന്നത് ആക്ച്വലി ടർബൈൻ്റെ എക്സിറ്റ്. അപ്പോൾ MA ഇൻറ്റു CP ഇൻറ്റു T4 മൈനസ് T5 എന്ന് പറയുന്നതാണ് നമുക്ക് ടർബൈനിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട്. ഓക്കെ, ഇനി ഈ ടർബൈൻ്റെ വർക്ക് നമ്മൾ യൂസ് ചെയ്യുന്നു എന്തിനു വേണ്ടി? ടു ഡ്രൈവ് ദ കൂളിംഗ് എയർ ഫാൻ. കൂളിംഗ് എയർ ഫാൻ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഔട്ട്പുട്ടാണ് യൂസ് ചെയ്യുന്നത്. ആ കൂളിംഗ് എയർ ഫാൻ എന്ത് ചെയ്യുന്നു? ഡ്രോസ് കൂളിംഗ് എയർ ഫ്രം ദ ഹീറ്റ് എക്സ്ചേഞ്ചർ. നെക്സ്റ്റ് റെഫ്രിജറേഷൻ പ്രോസസ്സ്. ഇനിയാണ് നമ്മൾ തണുത്ത ടർബൈൻ്റെ കൂളിംഗ് ടർബൈൻ്റെ എക്സിറ്റ് വരുന്ന എയറിനെ നമ്മൾ ക്യാബിനിലേക്ക് സപ്ലൈ ചെയ്യുന്നു. The air from the cooling turbine is sent to the cabin and cockpit where it gets heated by the heat of equipment and occupancy. അപ്പോൾ ആ ഒരു എവിടെയാണോ നമുക്ക് കൂൾ ചെയ്യേണ്ട ആ ഏരിയയിലേക്ക് വിടുന്നു. കാരണം ആ ഏരിയയിലായിരിക്കും ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് ഉള്ളത്. എന്തു തന്നെയായാലും ആ റൂമിലേക്ക് നമ്മൾ എയറിനെ സപ്ലൈ ചെയ്യുന്നു. ആ പ്രോസസ്സാണ് പ്രോസസ് 5-6. ഇനി പ്രോസസ് 5-6 എന്ന് പറയുന്നത് ഐസോബാറിക് ആണ്. അതുകൊണ്ട് തന്നെ P5 ഈക്വൽ ടു P6 ഈക്വൽ ടു ക്യാബിൻ പ്രഷർ. ഇതെന്ന് പറയുന്നത് ഐഡിയൽ കേസിലാണ്. ആക്ച്വൽ കേസ് വരുമ്പോഴത്തേക്കും ഒരു പ്രഷർ ഡ്രോപ്പ് ഉണ്ടാകും. അങ്ങനെ ഉണ്ടായാൽ P5 എന്ന് പറയുന്നത് P6 ഗ്രേറ്റർ ആയിരിക്കും. ഇനി അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഇൻക്രീസസ്. T6 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ T5 ആയിരിക്കും. T6 എന്ന് പറയുന്നതാണ് നമ്മുടെ ക്യാബിൻ്റെ ഇൻസൈഡുള്ള ടെമ്പറേച്ചർ. ഇനി റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് RE എന്ന് പറഞ്ഞാൽ MA ഇൻറ്റു CP ഇൻറ്റു T6 മൈനസ് T5. ഇതാണ് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ്, MA ഇൻറ്റു CP ഇൻറ്റു T6 മൈനസ് T5. ഇനി COP എന്ന് പറഞ്ഞാൽ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ഡിവൈഡ് ബൈ വർക്ക് പ്രൊഡ്യൂസ്ഡ്. നമ്മൾ വർക്ക് ഡണ്ണിൽ കണ്ടു MA ഇൻറ്റു CP ഇൻറ്റു T3 മൈനസ് T2 കാണിക്കാം. കംപ്രഷൻ പ്രോസസ്സിൽ നമുക്ക് വർക്ക് ഇൻപുട്ട് MA ഇൻറ്റു CP ഇൻറ്റു T3 മൈനസ് T2. റെഫ്രിജറേറ്റിംഗ് എഫക്റ്റിൽ നമുക്ക് MA ഇൻറ്റു CP ഇൻറ്റു T6 മൈനസ് T5. MA ഇൻറ്റു CP കോമൺ ആയതുകൊണ്ട് അത് കട്ട് ചെയ്യുന്നു. ദെൻ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ഡിവൈഡ് ബൈ വർക്ക് ഡൺ ആണ് COP. T6 മൈനസ് T5 ഡിവൈഡ് ബൈ T3 മൈനസ് T2. ഇനി നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് Q ആണെന്ന് കരുതിക്കുക. Q ടൺ ഓഫ് റെഫ്രിജറേഷൻ ആണ് എങ്കിൽ നമുക്ക് മാസ് കണ്ടുപിടിക്കാനുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. MA ഈസ് ഈക്വൽ ടു 210Q ഡിവൈഡ് ബൈ CP ഇൻറ്റു T6 മൈനസ് T5. ഓക്കെ, കാരണം ഈ ഒരു സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി Q ആണ് എങ്കിൽ ആ QA ഇൻറ്റു 210 ചെയ്യും. അപ്പോൾ നമുക്ക് അത്രയും കിലോ ജൂൾ പെർ മിനിറ്റ് ആണ്. അതേ ഈക്വൽ ടു റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ്. നമുക്കറിയാം റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത് MA ഇൻറ്റു CP ഇൻറ്റു T6 മൈനസ് T5 ആണ്. അപ്പോൾ ആ ഒരു ഇക്വേഷനെ നമ്മൾ മാസിൻ്റെ ഒരു മാസ് കണ്ടുപിടിക്കാനുള്ള രീതിയിലേക്ക് നമ്മൾ മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് പവർ കണ്ടുപിടിക്കണം. പവർ ഈസ് ഈക്വൽ ടു MA ഇൻറ്റു CP ഇൻറ്റു നമുക്കറിയാം വർക്ക് ഇൻപുട്ട് കൊടുക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ 2 to 3 ആണ്. അതുകൊണ്ട് MA ഇൻറ്റു CP ഇൻറ്റു 3 മൈനസ് 2 ഡിവൈഡ് ബൈ 60. അത്രയും കിലോ വാട്ടാണ് പവർ. ഇനി അതോടൊപ്പം തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം, COP ഈസ് ഈക്വൽ ടു 210Q ഡിവൈഡ് ബൈ P ഇൻറ്റു 60. ഇനി P എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 210Q ഡിവൈഡ് ബൈ MA CP T3 മൈനസ് T2. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ COPനെ മാറ്റി എഴുതാം. അത്രയേ ഉള്ളൂ. ഇനി നമ്മളിവിടെ വർക്ക് ഇൻപുട്ട് എന്നത് കംപ്രസറിൻ്റെ വർക്ക് മാത്രമേ എടുത്തത്, നെറ്റ് വർക്ക് അല്ല എടുത്തത്. നെറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ കംപ്രസറിൻ്റെ വർക്ക്, അതുപോലെ തന്നെ റാമെയറിൻ്റെ വർക്ക് മൈനസ് ടർബൈൻ്റെ വർക്ക്. അപ്പോൾ നമ്മൾ ഇൻ കേസ് ദ റാം വർക്ക് ആൻഡ് ദ കൂളിംഗ് ടർബൈൻ വർക്ക് ഈസ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട്, ദെൻ COP ഓഫ് ദ എയർ സൈക്കിൾ. അങ്ങനെയെങ്കിൽ COP എന്ന് പറഞ്ഞാൽ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ഡിവൈഡ് ബൈ നെറ്റ് വർക്ക് ഡൺ. അപ്പോൾ നമ്മളിവിടെ റാം എയർ, അതായത് 1 to 2 അല്ലെങ്കിൽ 1 to 2 എന്ന് പറയുന്ന ആ കംപ്രഷൻ പ്രോസസ്സിൽ ഉള്ള വർക്കും, അതുപോലെ തന്നെ 2 to 3 or 2 to 3 ഉള്ള കംപ്രഷൻ പ്രോസസ്സിലെ വർക്കും സം ചെയ്ത് ഔത്തിന്ന്
നമ്മൾ ടർബൈൻ്റെ വർക്ക് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് നെറ്റ് വർക്ക് ഡൺ കിട്ടും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് T6 - T5 അതാണ് നമ്മുടെ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ്. എല്ലായിടത്തും MA×CP ഉണ്ട്, ബട്ട് MA×CP കോമൺ ആയതുകൊണ്ടാണ് നമ്മളത് കട്ട് ചെയ്ത് കളഞ്ഞത്. T6 - T5 എന്ന് പറയുന്നത് നമ്മുടെ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ്. T3 - T2 എന്ന് പറയുന്നത് നമ്മുടെ കംപ്രസറിൻ്റെ വർക്ക്. T2 - T1 എന്ന് പറയുന്നത് റാം വർക്ക്. ഇനി T4 - T5 എന്ന് പറയുന്നത് ടർബൈൻ്റെ വർക്ക്. അപ്പോൾ കംപ്രസറിൻ്റെ വർക്ക് പ്ലസ് റാം വർക്ക് മൈനസ് ടർബൈൻ വർക്ക്. അത് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് വർക്ക് ഡൺ കിട്ടും. ഔത്തിൽ നിന്ന് നമുക്ക് COP ഇങ്ങനെ എഴുതാം. ബട്ട് മിക്കവാറും കേസിൽ നമ്മൾ COP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കംപ്രസറിൻ്റെ വർക്ക് മാത്രമാണ് നമ്മൾ എടുക്കാറ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു റെഫ്രിജറേഷൻ സിസ്റ്റത്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.